അടുത്തതായി അൽഫോൻസാമയുടെ നാമകരണ നടപടികളെക്കുറിച്ചുള്ള വിവരങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ആ ധന്യാത്മാവിൻ്റെ ജീവിതവിശുദ്ധിയെപ്പറ്റിയുള്ള വാർത്തകൾക്ക് പ്രചുര പ്രചാരം സിദ്ധിക്കുകയും അവളുടെ നാമകരണത്തിനുള്ള നടപടികൾ എത്രയും വേഗം ആരംഭിക്കണമെന്നുള്ള അഭ്യർത്ഥനകൾ നാനാദിക്കുകളിൽ നിന്ന് പ്രവഹിക്കുകയും ചെയ്തതിനാൽ പാലാ രൂപതയുടെ മെത്രാൻ മാർ സെബാസ്റ്റ്യൻ വയലിൽ അവളുടെ കാര്യത്തിൽ നടപടികൾ സ്വീകരിക്കുന്നതിന് മതിയായ കാരണമുണ്ടോ എന്ന് പ്രാഥമിക അന്വേഷണം നടത്താൻ മോൺസിഞ്ഞോർ ജെ.സി. കാപ്പനെ ചുമതലപ്പെടുത്തി. സെബാസ്റ്റ്യൻ വയലിൽ പിതാവ് മോൺസിഞ്ഞോർ ജെ.സി. കാപ്പനെ ചുമതലപ്പെടുത്തി. സിസ്റ്റർ അൽഫോൻസാമയുടെ ജീവിതരംഗങ്ങളെല്ലാം അദ്ദേഹം സന്ദർശിച്ചു. ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ അവരുമായി ഇടപഴകിയിട്ടുള്ള ഒട്ടുവളരെ വ്യക്തികളുമായി അദ്ദേഹം ബന്ധം പുലർത്തി. സിസ്റ്ററിൻ്റെ മധ്യസ്ഥത്താൽ അത്ഭുതാവഹങ്ങളായ രോഗശാന്തികൾ ലഭിച്ചു എന്ന് അവകാശപ്പെട്ടിരുന്ന അനേകം പേരുമായിട്ട് അദ്ദേഹം സമ്പർക്കം നടത്തി വിവരങ്ങളെല്ലാം സംഭരിച്ചു. ഇവയിൽ നിന്നെല്ലാം അനുകൂലമായ ഒരു ബോധ്യം അദ്ദേഹത്തിനുണ്ടായി. സിസ്റ്റർ അൽഫോൻസായുടെ നാമകരണത്തിനുള്ള നടപടി ആരംഭിക്കുന്നതിന് സമയമായിട്ടുണ്ട് എന്ന ശുപാർശയോടുകൂടി പാലാ മെത്രാന് അദ്ദേഹം റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. ഈ റിപ്പോർട്ടിലെ ശുപാർശകൾ സ്വീകരിച്ചുകൊണ്ട് പാലാ രൂപത അധ്യക്ഷൻ റോമിൽ താമസിക്കുന്ന വെരി റവറൻഡ് ഫാദർ ഫോർത്തുനാത്തോ ഷിപ്പിയോണി ഒ.എഫ്.എം കപ്പൂച്ചിനാണ്. റോമിൽ ഫ്രാൻസിസ്കൻ സമൂഹത്തിൻ്റെ പോസ്റ്റുലേറ്റർ ജനറലാണ്. അവർകളെ അൽഫോൻസാമയ്ക്ക് വേണ്ടിയുള്ള പോസ്റ്റുലേറ്ററായും ആരെയാണ് പോസ്റ്റുലേറ്ററായിട്ട് നിയമിച്ചത്? റോമിലുള്ള ഫാദർ ഫോർത്തുനാത്തോ ഷിപ്പിയോണി. അതുപോലെ തന്നെ വൈസ് പോസ്റ്റുലേറ്ററായി മോൺസിഞ്ഞോർ ജെ.സി. കാപ്പനെ തന്നെ വൈസ് പോസ്റ്റുലേറ്ററായിട്ട് നിയമിക്കുകയും ചെയ്തു. പിന്നെ അതിനെ തുടർന്ന് വെരി റവറൻഡ് ഫാദർ റൊമയോ തോമസ് CMI പ്രധാന ജഡ്ജിയായിട്ട് ആദ്യത്തെ രൂപതാ കോടതി സ്ഥാപിതമായി. ആരായിരുന്നു ആദ്യത്തെ രൂപതാ കോടതിയുടെ പ്രധാന ജഡ്ജി? ഫാദർ റൊമയോ തോമസ് CMI. 1953 ഡിസംബർ 2 ഭരണങ്ങാനത്ത് പൗരസ്ത്യ സഭകളുടെ തിരുസംഘത്തിൻ്റെ സെക്രട്ടറി അത്യുന്നത കർദിനാൾ എവുജൻ തിസ്റാങ്ങിൻ്റെ മഹനീയ സാന്നിധ്യത്തിലാണ് കോടതി ഉദ്ഘാടനം നടന്നത്. ഒന്നുകൂടി ശ്രദ്ധിക്കുക. റോമിലെ പോസ്റ്റുലേറ്റർ ഫോർത്തുനാത്തോ ഷിപ്പിയോണി OFM, അതുപോലെ രൂപത വൈസ് പോസ്റ്റുലേറ്റർ മോൺസിഞ്ഞോർ ജെ.സി. കാപ്പൻ, പിന്നെ പ്രധാനപ്പെട്ട ജഡ്ജിയായിട്ടുള്ള ആദ്യത്തെ രൂപതാ കോടതിയുടെ പ്രധാനപ്പെട്ട ജഡ്ജിയായിട്ട് റവറൻഡ് ഫാദർ റൊമയോ തോമസ് CMI. അതുപോലെ തന്നെ 1953 ഡിസംബർ 2 1953 ഭരണങ്ങാനത്ത് പൗരസ്ത്യ സഭകളുടെ തിരുസംഘത്തിൻ്റെ സെക്രട്ടറി കർദിനാൾ എവുജിൻ തിസ്റാങ്ങിൻ്റെ മഹനീയ സാന്നിധ്യത്തിലാണ് രൂപതാ കോടതിയുടെ ഉദ്ഘാടനം നടന്നത്. സിസ്റ്റർ അൽഫോൻസായുടെ ലഭ്യമായ ലിഖിതങ്ങൾ മുഴുവനും ശേഖരിച്ച്, നമുക്കറിയാം നേരത്തെ പറഞ്ഞു, ഒന്നാമത്തെ കോടതി എന്താണ് ചെയ്യുന്നത്? ലിഖിതങ്ങൾ, കത്തുകൾ, ഗ്രന്ഥങ്ങളൊക്കെ പരിശോധിക്കുകയാണ്. അൽഫോൻസാമയുടെ ലിഖിതങ്ങൾ മുഴുവനും ശേഖരിച്ച് ഈ കോടതി അത് ലത്തീൻ ഭാഷയിലാക്കിയിട്ട് റോമിലേക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ ട്രാൻസ്ലേഷൻ നടത്തണം. റോമിലേക്ക് അയക്കണമെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്തത് ലത്തീൻ ഭാഷയിലേക്കാണ്. വിശുദ്ധരുടെ നാമകരണത്തിനുള്ള തിരുസംഘം ഇവയെല്ലാം വിശുദ്ധമായി പഠിച്ച് വിലയിരുത്തിയതിന് ശേഷം ഇവയിൽ നിഷിദ്ധമായ യാതൊന്നുമില്ലെന്ന് വിധിച്ചുകൊണ്ട് 1970 ജനുവരി 7 ഡിക്രി പുറപ്പെടുവിക്കുന്നത്. ഓർക്കണം, 53 രൂപതാ കോടതി ഉദ്ഘാടനം ചെയ്തു. അതിനുശേഷം ഇതിൽ അയച്ചതിന് ശേഷം 70 ആദ്യത്തെ ഡിക്രി വരുന്നത്. 1970 ജനുവരി 7. ഇനി ബഹുമാനപ്പെട്ട റൊമയോ തോമസ് അച്ഛൻ്റെ അധ്യക്ഷതയിൽ തന്നെ രണ്ടാമത്തെ രൂപതാ കോടതി 1955 പ്രവർത്തനം ആരംഭിച്ചിരുന്നു. അതിൻ്റെ ജോലി 1960 വരെ നീണ്ടു. നേരത്തെ സൂചിപ്പിച്ച തെളിവെടുപ്പുകൾക്ക് പുറമെ 1957 ഏപ്രിൽ 13 സിസ്റ്റർ അൽഫോൻസായുടെ കുഴിമാടം തുറന്ന് പുണ്യാവശിഷ്ടങ്ങളുടെ പരിശോധന നടത്തി. ഇവിടെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. രണ്ടാമത്തെ കോടതി ആരുടെ അധ്യക്ഷതയിലാണ് കൂടിയത്, പ്രവർത്തനം ആരംഭിച്ചത്? ബഹുമാനപ്പെട്ട റൊമയോ തോമസ് അച്ഛൻ്റെ. അത് എന്നാണ്? 1955. ഒന്നാമത്തെ കോടതി 1953 ഉദ്ഘാടനം ചെയ്തത്. അതിൻ്റെ ജോലി എത്ര നാൾ വരെ നീണ്ടു? 1960 വരെ നീണ്ടുനിന്നു. അതുപോലെ നേരത്തെ സൂചിപ്പിച്ച തെളിവെടുപ്പുകൾക്ക് പുറമെ 1957 ഏപ്രിൽ 13 അൽഫോൻസാമയുടെ കുഴിമാടം ആദ്യമായിട്ട് തുറക്കുന്നത്. 1957 ഏപ്രിൽ 13. അന്ന് ആരൊക്കെയാണ് അതിന് സാക്ഷ്യം വഹിച്ചത്? പാലാ രൂപതയിലെ മെത്രാൻ, ട്രൈബ്യൂണലിലെ അംഗങ്ങൾ, വിദഗ്ധരായ 3 ഡോക്ടർമാർ, നാമകരണ നടപടിയുമായി ബന്ധപ്പെട്ട ഏതാനും പ്രമുഖ വ്യക്തികൾ. ഇപ്പോൾ ഡോക്ടർമാരുണ്ട്, നാമകരണ നടപടിയുമായിട്ട് ബന്ധപ്പെട്ട പ്രമുഖ വ്യക്തികളുണ്ട്, പാലാ രൂപത മെത്രാനുണ്ട്, ട്രൈബ്യൂണലിലെ അംഗങ്ങളും ഉണ്ട്.
ഇനി ധന്യാത്മാക്കളുടെ ശവകുടീരം തുറക്കുകയും അതിൽ ശേഷിക്കുന്ന അവശിഷ്ടങ്ങൾ അവരുടേത് തന്നെയെന്ന് തീർച്ചപ്പെടുത്തുകയും ചെയ്യുക ഈ ദൃശ്യ ട്രൈബ്യൂണലുകളുടെ ഒരു പ്രധാന കൃത്യമാണ്. അപ്പോൾ അത് ഇവരുടെ തന്നെയാണ് അവശിഷ്ടമെന്ന് ഉറപ്പാക്കുക ട്രൈബ്യൂണലിൻ്റെ ദൗത്യമാണ്. സിസ്റ്റർ അൽഫോൻസായുടെ അസ്ഥികൾ മാത്രമേ അവശിഷ്ടമായി ലഭിച്ചിട്ടുള്ളൂ. അൽഫോൻസായുടെ എന്ത് മാത്രമേ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ? അസ്ഥികൾ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. അവയെല്ലാം ഡോക്ടർമാർ സസൂക്ഷ്മം പരിശോധിക്കുകയും കൃത്യമായ റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്തു. അനന്തരം അവ പുതുമയുള്ള വിശിഷ്ട വസ്ത്രങ്ങളിൽ പൊതിയപ്പെട്ട് മൂന്നടുക്കുള്ള പേടകത്തിലേക്ക് പറയുമ്പോൾ അകത്തേത് നാഗത്തകിടാണ്, മധ്യത്തിലേത് ആഫ്രിക്കൻ തേക്കുപലകയാണ്, അതുപോലെ തന്നെ പുറത്തത് സ്റ്റെയിൻലെസ് സ്റ്റീൽ. ഏറ്റവും അകത്ത് നാഗത്തകിട്, ഇടയ്ക്ക് ആഫ്രിക്കൻ തേക്കുപലക, ഏറ്റവും പുറമേ കാണുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അങ്ങനെ ഒരു പേടകത്തിൽ പുനർസംസ്കരിച്ചു. കൊല്ലങ്ങൾക്ക് ശേഷം, അതായത് 1985 ഏപ്രിൽ 12 വീണ്ടും തുറക്കണം. മറ്റേത് 1957 ഏപ്രിൽ 13 ആയിരുന്നെങ്കിൽ ഇത് 85 ഏപ്രിൽ 12 അവിടെയും നമുക്കൊരു സാമ്യം ഓർക്കാം. 75 തിരിച്ചിട്ടാൽ 57, ഇവിടെ 85. ഏപ്രിൽ 12 വീണ്ടും കുഴിമാടം തുറക്കപ്പെട്ടു. അതിൽ തന്നെ 57 കൺഫ്യൂഷനിൽ 57 ഏപ്രിൽ 13 ഒന്നാമത് തുറന്നു, രണ്ടാമത് 85 ഏപ്രിൽ 12. തേക്കൻ പെട്ടി മുഴുവനും നാഗപ്പെട്ടി ഭാഗികമായിട്ടും ദ്രവിച്ചു പോയി. രണ്ടാമത് തുറന്നപ്പോൾ കണ്ടത് തേക്കൻ പെട്ടി മൊത്തം പോയി, നാഗപ്പെട്ടി കുറച്ച് പോയി. സ്റ്റീൽ പെട്ടിക്ക് വലിയ കേടുപാടുകളൊന്നും സംഭവിച്ചിരുന്നില്ല. പുതിയ അവശിഷ്ടങ്ങൾ മിക്കവാറും പഴയ അവസ്ഥയിൽ തന്നെ സ്ഥിതി ചെയ്തിരുന്നു. 1960 പഴയ അംഗങ്ങളെ തന്നെ ഉൾപ്പെടുത്തി മൂന്നാമത്തെ കോടതി സ്ഥാപിതമായി. അപ്പം 53, 55, 60 മൂന്നാമത്തെ. അപ്പോൾ ഒന്നാമത്തെ കോടതി 53, രണ്ടാമത്തെ കോടതി 55, മൂന്നാമത്തെ കോടതി 60. നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ടാമത്തെ കോടതിയുടെ പ്രവർത്തനങ്ങൾ 1960 വരെ നീണ്ടു നിന്നു എന്ന് പറയുകയും ചെയ്തു. അപ്പം 60 പഴയ അംഗങ്ങളെ തന്നെ ഉൾപ്പെടുത്തിയാണ് അതിൻ്റെ പ്രവർത്തനം 62 അവസാനിച്ചിട്ടുണ്ട്. 3 കോടതികളുടെയും കൂടി ഒരു സംയുക്ത സമാപന സമ്മേളനം 1962 സെപ്റ്റംബർ 27 ചേർന്ന രേഖകളെല്ലാം ഒപ്പുവെച്ചു. 9 കൊല്ലത്തിനുള്ളിൽ 822 തവണയാണ് ട്രൈബ്യൂണൽ സമ്മേളിച്ചത്. 9 കൊല്ലത്തിനുള്ളിൽ 822 തവണ ട്രൈബ്യൂണൽ സമ്മേളിച്ചു. ആകെ എത്ര സാക്ഷികളെ വിസ്തരിച്ചു? 126 സാക്ഷികളെ വിസ്തരിച്ച് തെളിവെടുത്തു. ട്രൈബ്യൂണലിൻ്റെ റിപ്പോർട്ട് ലത്തീൻ ഭാഷയിലാക്കിയപ്പോൾ 10,000 പേജുകളുണ്ടായിരുന്നു. എനിക്ക് ട്രൈബ്യൂണലിൻ്റെ റിപ്പോർട്ട് ലത്തീൻ ഭാഷയിലേക്ക് ആക്കിയപ്പോൾ എത്ര പേജുണ്ടായിരുന്നു? 10,000 പേജുണ്ടായിരുന്നു. 12 വോളിയമായിട്ടാണ് അത് തയ്യാറാക്കിയത്. പാലാ രൂപത അധ്യക്ഷൻ മാർ സെബാസ്റ്റ്യൻ വയലിൽ അവർ റോമിൽ കൊണ്ടുചെന്ന് 1962 ഒക്ടോബറിൽ തിരുസംഘത്തിന് നേരിട്ട് സമർപ്പിക്കുകയാണ് ചെയ്തത്. തിരുസംഘത്തിന് തന്നെ മേൽനോട്ടത്തിൽ നമ്മുടെ പോസ്റ്റുലേറ്റർ വെരി റവറൻഡ് ഫാദർ അന്റോണിയോ കൈരോളി OFM, ആദ്യത്തെ പോസ്റ്റുലേറ്റർ മരിച്ചു കഴിഞ്ഞായിരുന്നു. ഷിപ്പിയോണി ഫോർത്തുനാത്തോ ഷിപ്പിയോണി മരിച്ചു കഴിഞ്ഞപ്പം വീണ്ടും അടുത്ത പോസ്റ്റുലേറ്ററായിട്ട് വന്നതാരാണ്? അന്തോണിയോ കൈരോളി OFM ആണ്. ബൃഹത്തായ റിപ്പോർട്ടിൻ്റെ ഒരു സമഗ്ര സംഗ്രഹമുണ്ടാക്കി. ഇത് പഠിച്ച് പല അഭിപ്രായങ്ങളും ആക്ഷേപങ്ങളും അറിയിക്കുന്നതിനായി തിരുസംഘത്തിലെ വിശ്വാസ സംരക്ഷകനെ ഏൽപ്പിച്ചു. 76 ജൂലൈ 3 അദ്ദേഹം തൻ്റെ നിരീക്ഷണം, ഇപ്പം 62 സമർപ്പിച്ച് അതിൻ്റെ റിപ്പോർട്ട് വരുന്നത് 76 ജൂലൈ 3 തൻ്റെ നിരീക്ഷണം തിരുസംഘത്തെ അറിയിക്കുകയുണ്ടായി. വിശ്വാസ സംരക്ഷകൻ ഉന്നയിച്ച ചില ആക്ഷേപങ്ങൾക്ക് അൽഫോൻസാമയുടെ നാമകരണത്തിന് വേണ്ടി വാദിക്കുന്ന അഡ്വക്കേറ്റ് 1977 മാർച്ച് 3 തന്നെ മറുപടി തിരുസംഘത്തിന് നൽകി. രൂപത റിപ്പോർട്ടിൻ്റെ സംഗ്രഹം, വിശ്വാസ സംരക്ഷകൻ്റെ അഭിപ്രായങ്ങൾ, അഡ്വക്കേറ്റിൻ്റെ മറുപടി, അപ്പസ്തോലിക നടപടികൾ തുടങ്ങിയത് മാർപ്പാപ്പായോട് അപേക്ഷിച്ചുകൊണ്ട് കർദിനാൾ, മെത്രാന്മാർ തുടങ്ങിയ ജീവിതത്തിൻ്റെ വിവിധ തുറകളിലുള്ളവർ അയച്ചിരുന്ന കത്തുകൾ ഇവയെല്ലാം ചേർത്ത് ഒരു വലിയ പുസ്തകമായി അച്ചടിച്ച് എന്ത് ചെയ്തു? അതിൻ്റെ പ്രതികൾ 1977 തന്നെ പോസ്റ്റുലേറ്റർ തിരുസംഘത്തിൻ്റെ അവസാന വിധി തീർപ്പിനായി സമർപ്പിച്ചു. അപ്പോൾ എന്തൊക്കെയാണ്? രൂപത റിപ്പോർട്ടിൻ്റെ സംഗ്രഹം, വിശ്വാസ സംരക്ഷൻ്റെ അഭിപ്രായങ്ങൾ, അഡ്വക്കേറ്റിൻ്റെ മറുപടി, അപ്പസ്തോലിക നടപടികൾ തുടങ്ങുന്നതിന് മാർപ്പാപ്പായോട് അപേക്ഷിച്ചുകൊണ്ട് കർദിനാളും മെത്രാന്മാരും തുടങ്ങിയ ജീവിതത്തിൻ്റെ വിവിധ തുറകളിലുള്ളവർ അയച്ചിരുന്ന കത്തുകൾ ഇവയെല്ലാം ചേർത്തൊരു പുസ്തകമായിട്ട് അച്ചടിച്ച് 1977 പോസ്റ്റുലേറ്റർ തിരുസംഘത്തിന് അവസാന വിധി തീർപ്പിനായി സമർപ്പിച്ചു. 77 1679 രൂപതാതലത്തിലുള്ള നടപടികൾ അംഗീകരിച്ചുകൊണ്ടും അപ്പസ്തോലിക നടപടികൾ ആരംഭിക്കുവാൻ അനുവദിച്ചുകൊണ്ടുള്ള തിരുസംഘത്തിൻ്റെ ഡിക്രി പ്രസിദ്ധീകരിക്കപ്പെട്ടു.
അതിനുശേഷം രൂപതാ തരത്തിലുള്ള നടപടികൾ ആരംഭിച്ചതിന് ശേഷം അനുയോജ്യമല്ലാത്ത യാതൊരു വണക്കവും സിസ്റ്റർ അൽഫോൻസായ്ക്ക് നൽകപ്പെട്ടിട്ടില്ല എന്ന് രൂപതാധ്യക്ഷൻ സമർപ്പിച്ച റിപ്പോർട്ട് ആദരിച്ചുകൊണ്ടുള്ള തിരുസംഘത്തിൻ്റെ കൽപ്പനയും സംസിദ്ധമായി. അപ്പോൾ ഈ അങ്ങനെയുള്ളൊരു വണക്കം കിട്ടിയിട്ടില്ല എന്നുള്ളത് എത്രാമത്തെ കോടതിയായിരുന്നു? മൂന്നാമത്തെ കോടതിയാണ്. ഇനി ദേവദാസിയുടെ ജീവിത സുഹൃതങ്ങളെ സംബന്ധിച്ച് അപ്പസ്തോലിക നടപടി പാലാ രൂപതയിൽ വെച്ച് തന്നെ നടത്തുന്നതിന് പാലാ രൂപതാധ്യക്ഷനെ ചുമതലപ്പെടുത്തിക്കൊണ്ട് 1980 ഏപ്രിൽ 19, അതായത് 19/4/1980 മറ്റൊരു കൽപ്പനയും ഉണ്ടായി. സാക്ഷി വിസ്താരത്തിന് ഉപയോഗിക്കേണ്ട പ്രശ്നാവലിയും അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു. പ്രസ്തുത ഡിക്രി അനുസരിച്ച് അപ്പസ്തോലിക നടപടികൾ ആരംഭിക്കുവാൻ 15/7/80 പാലാ മെത്രാൻ ട്രൈബ്യൂണൽ സംഘടിപ്പിച്ചു. അപ്പം അപ്പസ്തോലിക നടപടികൾ ആരംഭിക്കാൻ 15/7/80 പാലാ രൂപതാ മെത്രാന് ട്രൈബ്യൂണൽ സംഘടിപ്പിച്ചു. ഇതുവരെ നടന്നതെല്ലാം രൂപതാ കോടതിയുടെ കാര്യങ്ങളാണ്. അതുപോലെ അപ്പസ്തോലിക കോടതിയുടെ നടപടികൾക്ക് അനുവാദം കിട്ടാൻ തുടങ്ങിയാണ്. അതുകൊണ്ടാണ് ദേവദാസിയുടെ ജീവിത സുഹൃതങ്ങളെ സംബന്ധിച്ച് അപ്പസ്തോലിക നടപടികൾ പാലാ രൂപതയിൽ വെച്ച് തന്നെ നടത്താനായിട്ടുള്ള കൽപ്പന കൊടുക്കുന്നു. അപ്പോൾ അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞുള്ളൂ, സാക്ഷികളെ വിസ്തരിക്കേണ്ടതിന് റോമിൽ നിന്ന് ലഭിക്കുന്ന ഒരു പ്രശ്നാവലിയെക്കുറിച്ച് പറഞ്ഞു, അതും ആ കൽപ്പനയോടൊപ്പം ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ കാണുന്നത് ഇതിൻ്റെ ചീഫ് ജഡ്ജിയായിട്ട് നിയമിതനായത്, അതായത് അപ്പസ്തോലിക കോടതിയുടെ ചീഫ് ജഡ്ജിയായിട്ട് നിയമിതനായത് ആരാണ്? റോമിൽ പൊന്തിഫിക്കൽ ഓറിയൻ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കാനൻ നിയമത്തിലെ പ്രൊഫസറായിരുന്ന റവറൻ ഡോക്ടർ ജോർജ് നെടുങ്ങാട്ട് SJ ആണ്. റവറൻ ഡോക്ടർ ജോർജ് നെടുങ്ങാട്ട് SJ കോടതിയുടെ ജോലി പൂർത്തിയാക്കുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട നെടുങ്ങാട്ടച്ഛന് റോമിലേക്ക് പോകേണ്ടി വന്നപ്പോൾ സഹ ജഡ്ജിയായിരുന്ന റവറൻ ഡോക്ടർ ജേക്കബ് കൊല്ലംപറമ്പിൽ അധ്യക്ഷ സ്ഥാനത്തിന് നിയമിതനായി. അപ്പം ഇതിൻ്റെ ജോലി പൂർത്തിയായ മുമ്പ് അച്ഛന് റോമിലേക്ക് പോകേണ്ടി വന്നപ്പം സഹ ജഡ്ജിയായിരുന്ന ആരെയാണ് അടുത്ത് വീണ്ടും വെച്ചത്? ഡോക്ടർ ജേക്കബ് കൊല്ലംപറമ്പിൽ. കോടതി 146 സമ്മേളനങ്ങളിലായിട്ട് 46 സാക്ഷികളെ വിസ്തരിച്ചു. ആദ്യത്തേതാണെങ്കിലോ 9 കൊല്ലത്തിനിടയ്ക്ക് 822 തവണ ട്രൈബ്യൂണൽ സമ്മേളിച്ച് 126 സാക്ഷികളെ വിസ്തരിച്ചെടുത്ത് ഇവിടെ എത്ര സമ്മേളനമാണ് നടത്തുക? 146. അതിൽ തന്നെ 46 സാക്ഷികളാണ് വിസ്തരിച്ചത്. അവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ ലത്തീൻ സാക്ഷിയിലേക്ക് വിവർത്തനം ചെയ്തു. പ്രസ്തുത റിപ്പോർട്ട് മാർപ്പാപ്പായുടെ ഇന്ത്യയിലെ പ്രതിനിധിയായ പ്രൊനൂൻഷ്യോ വഴി 81 അവസാനത്തോടെ റോമിലെത്തിച്ചു. നാമകരണത്തിനായുള്ള തിരുസംഘം അതിൻ്റെ ഒരു സംഗ്രഹം ഉണ്ടാക്കുന്നതിന് പോസ്റ്റ്ലേറ്ററെ ഏൽപ്പിച്ചു. അദ്ദേഹം ഉണ്ടാക്കിയ സംഗ്രഹവും രൂപതാ കോടതിയുടെ റിപ്പോർട്ടിൻ്റെ സംഗ്രഹവും അൽഫോൻസാമ്മയുടെ ജീവചരിത്രവും ജീവിത വിശുദ്ധിയുടെ തെളിവുകൾ സംഗ്രഹങ്ങളിൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ലഘുപ്രബന്ധവും അച്ചടിപ്പിച്ച് അവയുടെ കോപ്പികൾ തിരുസംഘത്തെ ഏൽപ്പിച്ചു. തിരുസംഘം അവയുടെ കോപ്പികൾ തിരുസംഘത്തിലെ ദൈവശാസ്ത്രജ്ഞന്മാരുടെ ഒരു സംഘത്തിന് നൽകി. അവർ ഓരോരുത്തരും അത് പഠിച്ചതിന് ശേഷം തങ്ങളുടെ അഭിപ്രായങ്ങൾ അടങ്ങുന്ന റിപ്പോർട്ട് തിരുസംഘത്തെ ഏൽപ്പിച്ചു. തിരുസംഘം ആ റിപ്പോർട്ടുകൾ ദൈവശാസ്ത്ര സംഘത്തിലെ മറ്റംഗങ്ങൾക്ക് കൈമാറി. അങ്ങനെ 8 അംഗങ്ങളടങ്ങിയ സംഘത്തിലെ ഓരോ അംഗത്തിനും മറ്റംഗങ്ങളുടെ അഭിപ്രായം ലഭ്യമാക്കി. അപ്പോൾ 8 പേരുള്ള എല്ലാവർക്കും മറ്റംഗങ്ങളുടെ എല്ലാ അഭിപ്രായം ലഭ്യമാക്കി. അങ്ങനെ 10/7/84 അവർ സമ്മേളിച്ച് അവർക്ക് ലഭിച്ച റിപ്പോർട്ടുകളുടെ വെളിച്ചത്തിൽ ചർച്ചകൾ നടത്തിയതിനു ശേഷം അൽഫോൻസാമ്മ വീരോചിതമായ ക്രിസ്തീയ പുണ്യങ്ങൾ അഭ്യസിച്ചിരുന്നുവെന്ന നിഗമനത്തിൽ ഏകകണ്ഠമായി എത്തിച്ചേർന്നു. ആ വിവരത്തിനുള്ള റിപ്പോർട്ട് അവർ തിരുസംഘത്തിന് സമർപ്പിച്ചു. തിരുസംഘം മുൻപറഞ്ഞ സംഗ്രഹങ്ങളും പ്രബന്ധവും അടങ്ങിയ പുസ്തകവും ദൈവശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായവും കൂടെ തിരുസംഘത്തിലെ കർദിനാളന്മാർക്ക് നൽകി. കർദിനാളന്മാർ 23/10/84 കോൺഗ്രസ് ചേർന്ന് ചർച്ച നടത്തിയതിനു ശേഷം അൽഫോൻസാമ്മ വീരോചിതമായി പുണ്യങ്ങൾ അഭ്യസിച്ചിരുന്നെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. കർദിനാളന്മാരുടെ ഈ തീരുമാനം നാമകരണ നടപടികൾക്കായുള്ള തിരുസംഘത്തിൻ്റെ അധ്യക്ഷൻ അത്യുന്നത കർദിനാൾ പാലസീനി പരിശുദ്ധ പിതാവിനെ അറിയിച്ചു. അപ്പോൾ ആരാണ് പരിശുദ്ധ പിതാവിനെ അറിയിച്ചത്? പാലസീനി കർദിനാൾ. പരിശുദ്ധ പിതാവ് അൽഫോൻസാമ്മ സുഹൃത്തുക്കളിൽ വീരോചിതമായി അഭ്യസിച്ചിരുന്നുവെന്ന് സമർത്ഥിച്ചുകൊണ്ടുള്ള ഡിക്രി പുറപ്പെടുവിക്കുന്നതിന് തിരുസംഘത്തിന് അനുവാദം നൽകി. അതനുസരിച്ച് എഴുതിയത് ഡിക്രി 9/11/1984 തിരുസംഘം മാർപ്പാപ്പായുടെ സാന്നിധ്യത്തിൽ വിളംബരം ചെയ്തു. അങ്ങനെ രൂപതാ കോടതി അൽഫോൻസാമ്മയുടെ മാധ്യസ്ഥം വഴി നടന്ന 3 അത്ഭുതകരമായ രോഗശാന്തതകൾ ചോദിച്ച് റോമിലേക്ക് അയച്ചിരുന്ന റിപ്പോർട്ട് തിരുസംഘം വിദഗ്ധ ഡോക്ടർമാരുടെ അഭിപ്രായത്തിന് നൽകിയിരുന്നു.
അവർ നൽകിയ അഭിപ്രായത്തിൻ്റെ വെളിച്ചത്തിൽ ഒരു ചെറിയ അപ്പസ്തോലിക നടപടി കൂടി നടത്തണമെന്നുള്ള വ്യവസ്ഥയിൽ തിരുസംഘം ആ അത്ഭുതങ്ങൾ 14/6/76 അംഗീകരിച്ചിരുന്നു. പ്രസ്തുത അപ്പസ്തോലിക നടപടികൾ നടത്തുന്നതിന് പാലാ രൂപതാധ്യക്ഷനെ ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഡിക്രി തിരുസംഘം 13/7/80 പുറപ്പെടുവിച്ചു. അതനുസരിച്ച് അദ്ദേഹം വെരി റവറൻഡ് ഫാദർ ജോസഫ് മറ്റം അധ്യക്ഷനായുള്ള ഒരു കോടതി 2/3/81 സംഘടിപ്പിച്ചു. 4 ഡോക്ടർമാർ ഉൾപ്പെടെ 27 സാക്ഷികളെ വിസ്തരിച്ച് കോടതി തെളിവുകൾ ശേഖരിച്ചു. പ്രസ്തുത തെളിവുകളുടെ റിപ്പോർട്ട് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തി. 1981 അവസാനത്തോടെ അത് റോമിലെത്തിച്ചു. മുൻകാലങ്ങളിൽ വാഴ്ത്തപ്പെട്ടവളെന്ന നാമകരണത്തിന് 2 അത്ഭുതങ്ങളെങ്കിലും ആവശ്യമായിരുന്നു. എന്നാൽ 83 പുറപ്പെടുവിച്ച പുതിയ നിയമം അനുസരിച്ച്, അത് ശ്രദ്ധിക്കണം, മുൻകാലങ്ങളിൽ 2 അത്ഭുതം വേണമായിരുന്നു. പക്ഷേ 83 പുറപ്പെടുവിച്ച പുതിയ നിയമം അനുസരിച്ച് ഒരത്ഭുതം മാത്രം മതിയാകും. അപ്പം രൂപതാ കോടതിയും അപ്പസ്തോലിക കോടതിയും പരിശോധിച്ച് റിപ്പോർട്ട് ചെയ്തിരുന്ന 3 അത്ഭുതങ്ങളിൽ ഒന്നിൻ്റെ റിപ്പോർട്ട് തിരുസംഘം ആദ്യം വിദഗ്ധരായ 2 ഡോക്ടർമാരെയും പിന്നീട് 5 ഡോക്ടർമാർ അടങ്ങുന്ന ഒരു സംഘത്തെയും പരിശോധനയ്ക്കായി ഏൽപ്പിച്ചു. അവരെല്ലാവരും ഈ രോഗശാന്തി വൈദ്യശാസ്ത്ര വിജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിൽ വിശദീകരിക്കാൻ കഴിയാത്തതാണെന്ന് ഐക്യകണ്ഠേന സമ്മതിച്ചു. 23/5/85 ചേർന്ന ദൈവശാസ്ത്രജ്ഞന്മാരും 2/7/85 ചേർന്ന കർദിനാൾ സംഘവും പ്രസ്തുത രോഗശാന്തി അൽഫോൻസാമയുടെ മധ്യസ്ഥത്താൽ ഉണ്ടായ ഒരു അത്ഭുതമാണെന്ന് സമർത്ഥിച്ചു. ആരൊക്കെയാണ്? 23/5/85 ദൈവശാസ്ത്രജ്ഞന്മാർ, 2/7/85 കർദിനാൾ സംഘവും ഇത് സ്ഥിരീകരിക്കാൻ. ഈ വിവരം നാമകരണ നടപടികൾക്കായുള്ള തിരുസംഘത്തിൻ്റെ അധ്യക്ഷൻ കർദിനാൾ പലസീനി പരിശുദ്ധ പിതാവിനെ അറിയിച്ചു. തിരുമേനി ഡിക്രി പുറപ്പെടുവിക്കുന്നതിനുള്ള അനുമതി നൽകി. അതനുസരിച്ച് അൽഫോൻസാമയുടെ മധ്യസ്ഥതയിൽ നടന്ന ഒരു അത്ഭുതമായി ഈ രോഗശാന്തിയെ അംഗീകരിച്ചുകൊണ്ടുള്ള ഡിക്രി തിരുസംഘം മാർപ്പാപ്പായുടെ സാന്നിധ്യത്തിൽ 6/7/85 വിളംബരം ചെയ്തു. 2/7/85 അവർ പറഞ്ഞ റിപ്പോർട്ട് കൊടുത്ത ഉടനെ തന്നെ, അതായത് 2 തീയതി കഴിഞ്ഞ് 6/7/85 വിളംബരം ചെയ്തു. അതോടെ വാഴ്ത്തപ്പെട്ടവളെന്ന നാമകരണത്തിനുള്ള നടപടികളുടെ നീണ്ട പാത പര്യവസാനിച്ചു. പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ ഇന്ത്യ സന്ദർശിച്ച അവസരത്തിൽ 86 ഫെബ്രുവരി 8 കോട്ടയത്ത് വെച്ച് ധന്യയായ അൽഫോൻസാമയെയും ധന്യനായ ചാവറയച്ചനെയും വാഴ്ത്തപ്പെട്ടവരായിട്ട് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഇനി അടുത്തത് അത്ഭുതങ്ങളെക്കുറിച്ചുള്ളത് പിന്നീട് കാണാം.